ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നെല്ലിക്ക നമ്മുടെ നിത്യോപയോഗ ആവശ്യങ്ങൾക്കായി നെല്ലിക്ക വളരെ പെട്ടെന്ന് എടുത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ, അരക്കാതെ, പിന്നെ വേവിക്കാതെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ ഇത് വെയിലത്ത് വെച്ച് നല്ല ഉണക്കി വെക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ആവശ്യത്തിന് പെട്ടെന്ന് എടുത്തത് ഉപയോഗിക്കാൻ ഞാനൊക്കെ അത് കുറേ അങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി കഴുകി എടുക്കുന്നുണ്ട്. നല്ല കഴുകി നമുക്കിതൊന്ന് വെള്ളം വാരി വെക്കാം. നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് കറികളിലും നമ്മുടെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ അത് ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് ഇതുപോലെ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 2 ദിവസം ഞാൻ വെയിലത്ത് വെക്കുന്നുണ്ട്. നാടൻ നെല്ലിക്കയാണെങ്കിൽ 1 ദിവസം വെച്ചാലും മതിയാവും. ഇതിന് കുറച്ച് ജ്യൂസ് അധികം ഉണ്ടാവുമല്ലോ, നല്ല വലിയ നെല്ലിക്ക ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസം വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള അവസ്ഥയാണിത് കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്ന് ഇത് വാടിയിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് എന്തിനാ ഉണക്കി എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ നിർത്തി അടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുരു എല്ലാം പൊടിയും. അപ്പോൾ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുരു അതിൽ നിന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതൊരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഇങ്ങനെ ക്രഷ് ആവാത്തത് വലുതുണ്ടെങ്കിൽ അതിങ്ങനെ പെറുക്കിയെടുത്തിട്ട് നമുക്ക് വീണ്ടും ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള നെല്ലിക്ക കൂടെ ഇതുപോലെ ഒന്ന് പിന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഒക്കെ അടിച്ചെടുത്തിട്ട് ഇനി ഈ കുരുവൊക്കെ ഇതിൽ നിന്ന് പെറുക്കി മാറ്റണം. കുരുവൊന്നും അടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കുരു നമുക്ക് വേസ്റ്റ് ആക്കണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു നല്ല ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അവിടെ അത് വെച്ചിട്ട് ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ആ നെല്ലിക്കയുടെ കുരുവൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് നന്നായി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അരിച്ചെടുക്കാം. അതുപോലെ ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി നന്നാക്കി എടുക്കാം. അതിൻ്റെ ജ്യൂസൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിപ്പം കളയണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണമെങ്കിൽ തേനോ
ഇല്ലെങ്കിൽ ഹെൽത്തി ജ്യൂസാണല്ലോ, വേണമെങ്കിൽ ഇത്തിരി ഉപ്പോ, ഇപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നെല്ലിക്ക 2 തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കനം കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു നെറ്റ് പോലത്തെ തുണി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ടെറസിൻ്റെ മേലെ വെക്കുമ്പോൾ എൻ്റെ ടെറസിൻ്റെ ചുറ്റും മരങ്ങളാണ്, അപ്പോൾ ഇലയൊക്കെ വീണ് അതിൽ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിപ്പോൾ നെറ്റില്ലാതെ വെറുതെ വെക്കാൻ പറ്റിയ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിതൊരു 2 ദിവസം വെച്ച് ഉണങ്ങിക്കിട്ടും. ഓരോ സ്ഥലത്തെ വെയിലത്തിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ 2 ദിവസം ഞാൻ വെച്ചപ്പോഴേക്ക് നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചപ്പോൾ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഉണങ്ങലും പൊടിക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇത് പെട്ടെന്നാണ്, ഇന്ന് ഈസിയാണ് നമുക്ക് കറികളിലും. അതേപോലെ രാവിലെ ഒരു സ്പൂൺ വെള്ളത്തിലിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല ജീരകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കലക്കി കുടിച്ചാൽ വയറിന് നല്ല അതാണ്, നല്ല മെഡിസിനാണ്. വിറ്റാമിൻ സിയുടെ കലവറയാണ്. അപ്പോൾ നോക്കി ഒരു ബോട്ടിലിട്ടപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മീൻ കറി വെക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒരു സ്പൂൺ എടുത്ത് ഇത് ഇട്ടാൽ മതി. മറ്റത് വെറുതെ നമ്മൾ ഉണക്കി വെക്കുമ്പോൾ നമ്മളത് നല്ല പ്ലാൻ ചെയ്തിട്ട് ആദ്യമേ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊക്കെ വേണമല്ലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വിട്ടുപോയി. നെല്ലിക്ക ഞാൻ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയത്, നമ്മൾ അത് പച്ചയായിട്ട് മിക്സിയിലിട്ടാൽ അതിൻ്റെ ക്രഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ജ്യൂസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഈ ഉള്ളിയൊക്കെ അരിയുന്ന ബോർഡിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോഴും നമുക്ക് ജ്യൂസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റിൽ പറയുന്നത്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.